എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിലെ ഒരുപാട് ഉപഭോക്താക്കൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ കടന്നു വരുന്ന ആശാ ഗ്യാസ് ഏജൻസിയുടെ മുന്നിലാണ്. ഈ ആശാ ഗ്യാസ് ഏജൻസിയുടെ മുന്നിലേക്ക് വരുമയുള്ള ആ റോഡിൻ്റെ സ്ഥിതി അത് ഒരു പ്രത്യേക അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ പാപങ്ങളോ ഒക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കിട്ടണമെങ്കിൽ ഈ റോഡിലൂടെ വന്നാൽ മതി. അപ്പോൾ എല്ലാ പരിഹാരങ്ങളും നമുക്ക് മാറി കിട്ടും. പല ചേച്ചിമാർക്കും വല്യമ്മമാർക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ആക്റ്റീവ് ഓടിച്ച് വരുന്ന സമയത്തുണ്ടായ അനുഭവം. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾ കാണും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ കുറ്റം പറയാനൊന്നും സാധിക്കില്ല. നമ്മുടെ ആശാ ഗ്യാസ് ഏജൻസിയിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് പ്രൈവറ്റ് റോഡാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് റോഡാണെങ്കിലും ഇവിടെ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നതാണ്. സാധാരണക്കാരായ ആളുകൾ ഇരുചക്ര വാഹനത്തിലൊക്കെ എത്തിച്ചേരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ മുന്നേ ഒരു 2 ചേച്ചിമാർ അവിടെ വീണു. ഇരുചക്ര വാഹനം ഓടിച്ചു വരുന്ന വീട്ടമ്മമാർക്ക് അപകടം പറ്റാൻ എളുപ്പമാണ്. നിങ്ങൾ ഈ റോഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും, ഓസ്ട്രേലിയ മുതൽ ശ്രീലങ്ക വരെയുള്ള എല്ലാ ഭൂപടങ്ങളും ഇവിടെ ഉണ്ട്. ഇത്ര മോശമായിട്ടുള്ള വഴി ഇവിടെ ഇല്ല. ഇത് ശരിക്കും ടാർ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ആശാ ഗ്യാസ് ഏജൻസിക്കാണ്. പക്ഷേ ഇതിൽ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ല. ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള നിതാപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഇതിന് മുന്നിലുള്ള റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ ചിലവാക്കുകയാണെങ്കിൽ ഈ റോഡും ടാർ ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ആളുകൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആശാ ഗ്യാസ് ഏജൻസിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീണിട്ട് വേണം, അല്ലെങ്കിൽ ശയന പ്രദർശനം നടത്തിയിട്ട് വേണം വരാൻ. ആ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. നിങ്ങളിത് കണ്ട് എൻ്റെ പറയിൽ ഭാഗം കാണിക്കുക. ഇത് ഫ്രണ്ടിലോട്ട് അങ്ങനെ തന്നെയാണ്. ഇരുചക്ര വാഹനങ്ങളൊക്കെ വരണത് വലിയ ദുരിതത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ഈ പറയുന്ന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ സംവിധാനങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ആളുകൾ ഒരുപാട് പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്ന വഴിയാണല്ലോ. ഒത്തിരിയേറെ ആളുകളല്ലേ ആശാ ഗ്യാസ് ഏജൻസിയിലേക്ക് ഗ്യാസിൻ്റെ മസ്റ്ററിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾ മുഴുവനും ദുരിതത്തിലാക്കുന്ന ഈ വക പോക്കിരിത്തരം തന്നെ പറയാം. ഇത്ര നാളായിട്ട് ഇങ്ങനെ റോഡ് ഇവരുടെ ലാഭം മറ്റു കാര്യങ്ങളൊക്കെ ഇവർ നടന്നുണ്ട്. പക്ഷേ ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള പരിപാടി എത്ര പ്രാവശ്യം ഇവരെ ശ്രദ്ധപ്പെടുത്തി, ആളുകൾ പല രീതിയിലും ശ്രദ്ധപ്പെടുത്തി. പക്ഷേ യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഈ റോഡ് ഇങ്ങനെ തന്നെ ആളുകൾക്ക് ദുരിതമായിട്ട് ശ്രീലങ്ക മുതൽ ഓസ്ട്രേലിയ, ബർമ്മ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ വരച്ച് വെച്ചുകൊണ്ട് ഈ റോട്ടിൽ ഈ പറയുന്ന ചെളിവെള്ളവും കുണ്ടും കുഴിയിലും ഈ വാഹനങ്ങൾ വീണ് പ്രശ്നങ്ങളുണ്ടായി. ഗ്യാസ് വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നഗരസഭയ്ക്ക് നേരിട്ട് എന്ത് ഇടപെടൽ നടത്താൻ സാധിക്കുമെന്നത് പരിശോധിക്കുന്നതാണ് ഒരു ഇടപെടൽ. കാരണം ഇത് ചാലക്കുടി നഗരസഭയുടെ ഉള്ളിൽ കൂടെ തന്നെ ഒരു വഴിയാണത്. നമ്മുടെ പട്ടണം ശുചിത്വത്തിലും അടിസ്ഥാന വികസനങ്ങളുടെ കാര്യങ്ങളിലും ഏറ്റവും മികച്ചതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ ഇവിടെയുണ്ട്. അവരുടെ ശ്രദ്ധയെ ഞാൻ പെടുത്തുന്നു. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇതിപ്പോൾ 2 വീട്ടമ്മമാരിപ്പോൾ വീണു, ഇനി എത്ര പേര് വീഴാൻ കിടക്കുന്നു. ഇത്ര ശോചനീയമായ സ്ഥിതി ഇങ്ങനെ ചാലക്കുടി പട്ടണത്തിൽ വേറൊരു സ്ഥലത്തിന് ഇല്ല എന്നാണ്. ഒരു പബ്ലിക് അതോറിറ്റീസ് പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു റോഡ് ഇത്രയും മോശമായിട്ടുള്ള സ്ഥിതിയിൽ കിടക്കുന്നത് വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. ഇത് കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ആശാ ഗ്യാസ് ഏജൻസിനെ പറ്റി വലിയ പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്യാസ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പണ്ട് 1-2 ദിവസത്തിനുള്ളിൽ കിട്ടുന്ന സംഭവം 1 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് കിട്ടുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? ആളുകൾ മുഴുവനും ആശാ ഗ്യാസ് ഏജൻസിനെ കുറ്റം പറയുന്നു. അത് 2 തരത്തിലാണ്. ഒന്ന് ഈ റോഡിൻ്റെ കേസും, പിന്നെ ഈ ഗ്യാസ് കിട്ടാത്തതിലാണ് ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട്. എന്താണ് അതിൻ്റെ സംഭവം? ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇതുമായി ബന്ധപ്പെട്ട സംഗതികൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ആശാ ഗ്യാസ് ഏജൻസി, ഇന്ത്യൻ ഗ്യാസാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഈ ആശാ ഗ്യാസ് ഏജൻസിയുടെ പാർട്ട്ണർഷിപ്പിൽ ഇത് നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ആ പാർട്ട്ണർഷിപ്പിൽ ഒരു പാർട്ട്ണറായിട്ടുള്ള പോൾ ജീവൻ ജോബ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ പാർട്ട്ണറായിരുന്നു. ആൾ അകാലത്തിൽ മരണപ്പെട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവരുടെ രേഖകളും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രേഖകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 4 വാഹനങ്ങളുണ്ടായിരുന്നു. 39,000-ഓളം ഉപഭോക്താക്കൾ, 38-39,000-ഓളം ഉപഭോക്താക്കൾ ഇന്ത്യൻ ഗ്യാസിന് ഇവിടെ ചാലക്കുടി ഏരിയയിലുണ്ട്. പിന്നെ വെള്ളാങ്കല്ലൂരിൻ്റെ കുറച്ച് സൈഡുള്ള സംഗതികളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 വാഹനങ്ങൾ ഇവിടെ ഇട്ടിട്ടായിരുന്നു ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഓട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു വാഹനം ഒഴിച്ച് ബാക്കി 3 എണ്ണം അതിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി പൂർത്തിയായിരിക്കും. ഇനി അത് പുതുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട്ണർഷിപ്പ് സംവിധാനങ്ങളിലൊക്കെ രജിസ്ട്രേഷനിൽ വന്നിരിക്കുന്ന പേരുകൾ മാറ്റണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പോൾ ജീവൻ ജോബ് എന്ന് പറയുന്ന ആളുടെ പേരിലാണ് ഈ രജിസ്ട്രേഷനുകളിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്താലാണ് ഈ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ ആശാ ഗ്യാസ് ഏജൻസി നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സാധനം ഗ്യാസുകൾ എത്തിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ ഈ 4 വണ്ടിക്ക് പകരം ഇപ്പോൾ ഒരു വണ്ടി വെച്ചിട്ടാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺട്രാക്ട് വൈസ് കമ്പനി നേരിട്ട് കൊടുക്കുന്ന വാഹനങ്ങളിൽ കൂടെ എത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അതൊരു പ്രയോറിറ്റി അനുസരിച്ചാണ് ഗ്യാസ് സിലിണ്ടറുകൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു വിഷയം ഉണ്ട്, ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ആശാ ഗ്യാസ് ഏജൻസിയിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്യാസ് കിട്ടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. പക്ഷേ അതൊരു വശത്ത് നടക്കുമ്പോൾ തന്നെ ഈ റോഡിൻ്റെ സ്ഥിതി ഈ ആശാ ഗ്യാസ് ഏജൻസി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് കരുതണം. കാരണം
ഇത് പ്രൈവറ്റ് റോഡാണ്. ഇത് ഈ പറയുന്ന നഗരസഭയോട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിത് മുൻപ് ഈ പറഞ്ഞ പോലെ തന്നെ 1,00,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ റോഡ് ശരിയാക്കാമെന്ന് ഇവിടുത്തെ കൗൺസിലറായിട്ടുള്ള നിതാപ്പോൾ പറഞ്ഞിരുന്നു, എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തി. പക്ഷേ അത് അന്ന് ആശാ ഗ്യാസ് ഏജൻസി അതിനോട് മുഖം തിരിച്ചു തന്നു. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രൈവറ്റ് റോഡാണെങ്കിലും ഇത് നിങ്ങളുടെ റോഡാണെങ്കിൽ തന്നെയും ഒരുപാട് ഉപഭോക്താക്കൾ, ഏകദേശം 38,000-ഓളം വരുന്ന ഉപഭോക്താക്കൾ ഈ ആശാ ഗ്യാസ് ഏജൻസിനെ ആശ്രയിച്ച്, ഈ ഗ്യാസ് സിലിണ്ടറിനെ ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ യാത്രാ സൗകര്യം മഴക്കാലത്ത് വളരെ ദുരിതം പിടിച്ച അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഇടപെടണം എന്നുകൂടി പറയുകയാണ്. കാരണം ഈ വരുന്ന വഴിക്ക് ഒരുപാട് പേരിപ്പോൾ പാപപശ്ചാത്ത പരിഹാരം ചെയ്തുകൊണ്ട്, പ്രാശ്ചിത്തരായിട്ട് പാപപരിഹാരം ചെയ്തുകൊണ്ടാണ് വീണ് ആണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാവണം. അത് നിങ്ങൾ ഉപഭോക്താക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ റോഡൊക്കെ എത്ര നാളായി ഇങ്ങനെ കിടക്കണം? ഇത് മുനിസിപ്പാലിറ്റി റോഡാണ്. ഇത് പ്രൈവറ്റ് റോഡ്. അപ്പോൾ മുനിസിപ്പാലിറ്റി ഇതിനകത്ത് കാര്യങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യണില്ല. എത്ര കാലമായി ഈ കുണ്ടും കുഴിയായിട്ട് കിടക്കണം? ഇത്തിരി ഗ്യാസ് സാധനങ്ങളൊക്കെ ഇതിൽ സപ്ലൈ ചെയ്യണതാണ്. അപ്പോൾ അധികൃതർ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. ചാലക്കുടി മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിനേലും മോശമായിട്ട് കിടക്കണം. എങ്ങനെയുണ്ട് ചേച്ചി ഈ റോഡ് എങ്ങനെയുണ്ട്? സൂപ്പർ റോഡല്ലേ? എത്ര കാലമായി ഇങ്ങനെ